അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നോക്കി നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റില്ലേ, നമ്മൾ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു 10-30 വർഷത്തിനിടയിലാണ് യൂറോപ്യൻ ടോയ്ലറ്റ് നമ്മൾ ഇത്രയും കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പല ആളുകൾക്കും അറിയില്ല. ഇത് അറിയാത്തതുകൊണ്ട് തന്നെ ഇത് കാരണമായിട്ട് നമുക്ക് ഹെമറോയിഡ്സ് ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. നമ്മളെ പൈൽസ്, മൂലക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഫിഷറിൻ്റെ അസുഖങ്ങൾ വരുന്നുണ്ട്, മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ ഇതിൽ നിന്നുണ്ടാകുന്ന രോഗം പകരുന്ന അവസ്ഥ, പിന്നെ ഇത് ശരിക്കും വൃത്തിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ അറിയാത്തതൊക്കെ, ഇതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾക്ക് എന്താ അറിയണം, ഇത് ശരിക്കും ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ശരിക്കും വ്യക്തമായിട്ട് അറിയണം. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാറില്ല, പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്താണ്, ഇതൊക്കെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് തെറ്റായിട്ടാണോ ചെയ്യുന്നതെന്ന് പല ആളുകൾക്കും മനസ്സിലാവുന്ന പോലുമില്ല. കാരണം വേറെ ആരും കാണുന്നില്ലല്ലോ ഈ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പോലും. എനിക്ക് സംശയം തോന്നി. ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള, ഇവർ പറയണതൊക്കെ തെറ്റാണ്, ഇവർ പറയുന്നത് ശരിയല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സംശയം തോന്നി, ഇങ്ങനെ ഒരുപാട് പേരുണ്ടാവില്ലേ എന്ന്. യൂട്യൂബിൽ നമുക്കൊരു പോൾ പോലെ ഇടാൻ പറ്റും. പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ടെടുപ്പ് പോലെ. അപ്പോൾ അതിലിട്ട സമയത്ത് ഈ റിസൾട്ട് നോക്കിയേ, 70% ആളുകളും വളരെ റോങ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് യൂറോപ്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടോയ്ലറ്റ് സീറ്റ് ഉയർത്തി വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. 20% വരുന്ന ആളുകൾ പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഈ ടോയ്ലറ്റ് സീറ്റ് എന്ന് പറയുന്നത് നിന്ന് മൂത്രമൊഴിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ മുകളിലേക്ക്, ആ ടോയ്ലറ്റിന് മുകളിലേക്ക് ആകാതെ വെക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷനാണെന്നാണ്, ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ നോക്കി നമുക്ക് സിമ്പിളായിട്ട് തോന്നുന്ന ഈ ഒരു സംഭവം പോലും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ആദ്യം തന്നെ പറയാണ്. അപ്പോൾ ആദ്യം ബേസിക്കായിട്ട് നമ്മളതിന് ഇരിക്കേണ്ടത് ഈ സാധനത്തിന് മുകളിലേക്കാണ് ഇരിക്കേണ്ടത്. അത് താഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇരിക്കേണ്ടത് കേട്ടോ. അറിയാത്തവരൊന്നും പുച്ഛിക്കാനോ കളിയാക്കാനൊന്നും പോകണ്ട, അത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമാണ്. രണ്ടാമത്തത് ഈ യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇരിക്കുന്നത് നോക്കിയേ, നമ്മൾ സാധാരണ പണ്ടത്തെ ടോയ്ലറ്റ് ഉണ്ട്, ഇന്ത്യൻ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിലിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ സ്ക്വാട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കംപ്ലീറ്റ്ലി താഴ്ന്നാണ് ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ആനോറെക്ടൽ ആംഗിൾ എന്ന് പറയും, അത് കറക്റ്റായിരിക്കും ആനോറെക്ടൽ ആംഗിൾ. അപ്പോൾ സ്മൂത്തായിട്ട് ഈ മല ഇങ്ങനെ പോയിക്കോളും. അപ്പോൾ ഈ നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റിലേക്ക് മാറുമ്പോൾ നമ്മൾ കസാലയിൽ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. സമയത്ത് ഈ ആനോറെക്ടൽ ആംഗിൾ കുറച്ചൊന്ന് ബ്ലോക്കാണ് രീതിയിലാണ് ഇങ്ങനെയാണ് വരിക. ആ ആംഗിൾ കറക്റ്റ് അല്ലെങ്കിൽ അതിലൂടെ മലം പോരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടി കൂടുതൽ പ്രഷറിൽ നമ്മൾ പുറത്തേക്ക് തള്ളാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതാണ് നമ്മൾക്ക് പൈൽസ് ഉണ്ടാക്കി തരുന്നത്. അത് കാരണം അവിടെ വരതിയിട്ടും ഫിഷറും വരാം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇത് കാരണമായിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വിഷയം എന്ന് പറയുന്നത്, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു സാധനം വാങ്ങാൻ കിട്ടും. നമ്മൾ പണ്ട് മലപ്പുറത്തൊക്കെ പല എന്ന് പറയും, പല ഇരിക്കുന്നൊരു പോലെ പല എന്ന് പറയുന്ന സാധനം, ഇതേപോലെ ഒരു സാധനം വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ അതിന് മുന്നിൽ കൊണ്ടുപോയി വെക്കുക, കാലൊന്ന് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇരിക്കുക. അപ്പോൾ നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കുകയാണെങ്കിൽ കൂടെ ആ ഇന്ത്യൻ ടോയ്ലറ്റിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ്. ഇനി അതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാലിങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം മുകളിലേക്ക് ഇങ്ങനെ വെച്ചിരിക്കൂലേ, അങ്ങനെ ഒന്ന് ഇരുന്ന് കൊടുക്കുക കേട്ടോ. അതൊന്ന് ഇടത് വശം കൂടുതൽ പൊന്തിയിട്ടാണെങ്കിൽ ഒന്നും കൂടെ നന്നായി കേട്ടോ. പിന്നെ യൂറോപ്യൻ ടോയ്ലറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്താണ് വളരെ അൺഹൈജീനിക് ആയിരിക്കും, തീരെ വൃത്തി ഉണ്ടാവില്ല. സമയത്ത് നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ അധികം നമ്മൾ എന്ത് നോക്കണം, ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രമേ യൂസ് ചെയ്യുക. ഇനി അതല്ല ഒരു രക്ഷയില്ല എന്നാണെങ്കിൽ നമ്മൾ കയ്യിൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇതിൻ്റെ മുകളിൽ എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള സീറ്റ്, ഒരു പേപ്പർ കവർ പോലെ വെക്കാൻ പറ്റിയ സാധനം മേടിക്കാൻ പറ്റും ഓൺലൈനായിട്ടും. അതെല്ലാം പല കടകളിലും ഉണ്ട്. ചെറിയ എന്തോ പൈസയുള്ളൂ, 100 രൂപയ്ക്ക് തന്നെ 10 ഒക്കെ കിട്ടും. ആ സാധനം വാങ്ങി കൈ വെക്കുക നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് വിരിച്ചിട്ട് വേണം ഇരിക്കാൻ. അതല്ലെങ്കിൽ നമുക്ക് പലതരം അസുഖങ്ങൾ സ്പ്രെഡ് ആവാനൊക്കെ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ നമുക്ക് അതിൻ്റെ നനവുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും. പിന്നെ ഈ മൂത്രമൊഴിച്ച അവശിഷ്ടങ്ങളും ആ മൂത്രത്തിൻ്റെ തുള്ളികളും ഒക്കെ ആദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ചില ആളുകൾ ഈ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ അതുമായി ഇരിക്കാൻ മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് കാര്യം സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത്, അങ്ങനെയും പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്, അത് ഭയങ്കര കേടാണ് നമുക്ക്. അത് നമ്മളെ പെൽവിക് ഫ്ലോർ മസിൽസൊക്കെ ലൂസായിട്ട് അത് കാരണം ഇൻകോണ്ടിനൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ അറിയാതെ മൂത്രവും കാഷ്ടമൊക്കെ പോകുന്ന അവസ്ഥയ്ക്ക്, തുമ്മുമ്പോഴേക്ക് മൂത്രവും കാഷ്ടമൊക്കെ പോകുന്ന അവസ്ഥയ്ക്ക് പോകുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്ത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നും. പക്ഷേ ഈ കാര്യങ്ങൾ അറിയാത്ത ആളുകളുണ്ട്. ഇത് അറിയാൻ ഞാൻ അവസ്ഥ ആലോചിച്ച് നോക്കി, എത്ര വൃത്തിഹീനമായിട്ടായിരിക്കും അവർ ഈ യൂറോപ്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കാരണം ആർക്കെങ്കിലും അറിവ് കിട്ടിയിട്ട് അവരെന്ത് ചെയ്യട്ടെ, കറക്റ്റ് രീതിയിൽ അത് ചെയ്യട്ടെ കേട്ടോ. അതിനല്ലേ നമ്മൾ ഈ വീഡിയോസൊക്കെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ അത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഇസ്ബിലി, പൂപ്പൂർ ഹോമിയോപതിക് ആൻഡ് കൗൺസിലിംഗ് സെൻറ്റർ, മലപ്പുറം.